പ്രിയമുള്ളവരെ, സീക്ക് സ്പോർട്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിൽ ചെറിയ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചേക്കാം. അതൊക്കെ ഒന്ന് ക്ഷമിച്ച് എന്നെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ ആ മനോഹരമായ ഇന്നിങ്സ് ഗ്രൗണ്ടിൽ കാണുവാനായി. എന്തു മനോഹരമായ ഇന്നിങ്സ് ആയിരുന്നു. കേവലം 25 റൺസ് എടുത്തുള്ളെങ്കിലും സച്ചിൻ ടെണ്ടുൽക്കർ ബാറ്റ് ചെയ്യുന്നത് കാണുവാൻ ഒരു പ്രത്യേകതയാണ്. ഒരു കാലത്ത് ഇന്ത്യയിലെ യുവജനങ്ങളെ മുഴുവൻ ക്രിക്കറ്റ് കളിയിലേക്ക് ക്രിക്കറ്റ് കാണാൻ പ്രേരിപ്പിച്ചിരുന്ന ഒരാൾ. അദ്ദേഹം ഔട്ടായാൽ TV ഓഫ് ചെയ്ത് പോയിരുന്ന ഒരു കാലഘട്ടം സൃഷ്ടിച്ചിരുന്ന ആൾ. ലോക ക്രിക്കറ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ക്രിക്കറ്റിലെ ദൈവം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റാവുന്ന ഒരേ ഒരാൾ, അതെ, നമ്മുടെ സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ഇന്ത്യ മാസ്റ്റേഴ്സ് ലീഗിൽ ഇന്ത്യക്കായി കപ്പടിച്ചിരിക്കുന്നു. മറ്റൊരു ഇതിഹാസ താരം കൂടി മത്സരത്തിലുണ്ടായിരുന്നു, ബ്രയാൻ ലാറ. വെസ്റ്റ് ഇൻഡീസ് ഇതിഹാസ താരം ബ്രയാൻ ലാറയുടെ ഇന്നിങ്സ് കാണാനിരുന്ന കാണികളെ നിരാശപ്പെടുത്തിക്കൊണ്ട് 6 റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് കൂട്ടിച്ചേർക്കാനായത്. മറ്റുള്ള ഒരുപാട് പ്രതിഭകൾ ഉണ്ടായിരുന്നട്ടോ കളിക്കുവാൻ. പക്ഷേ സച്ചിൻ ടെണ്ടുൽക്കറോടും ബ്രയാൻ ലാറയോടും ഒക്കെ ഒരു പ്രത്യേകത ഇഷ്ടമാണ്. ലോക ക്രിക്കറ്റിലെ തന്നെ മുൻകാല പ്രതിഭകൾ അണിനിരുന്ന മാസ്റ്റേഴ്സ് ക്രിക്കറ്റിൻ്റെ ഫൈനലിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇന്ത്യക്ക് 6 വിക്കറ്റിൻ്റെ വിജയം. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത വെസ്റ്റ് ഇൻഡീസ് നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 148 റൺസ് എടുക്കുവാനേ കഴിഞ്ഞുള്ളൂ. ഡെയ്ൻ സ്മിത്ത് 45 റൺസുമായും ലെൻഡൽ സിമൺസ് 57 എന്നിവരാണ് വെസ്റ്റ് ഇൻഡീസ് നിരയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. ഇന്ത്യൻ നിരയിൽ വിനയ് കുമാർ 3 വിക്കറ്റുകൾ നേടി. ഷബദാസ് നദീം 2 വിക്കറ്റും പവൻ നേഗി, സ്റ്റുവർട്ട് ബിന്നി എന്നിവർ ഓരോ വിക്കറ്റും വീതം വീഴ്ത്തി. സച്ചിൻ ടെണ്ടുൽക്കർ നയിച്ച ബാറ്റിങ്ങിൽ ഇന്ത്യ അമ്പാടി റായുഡുവിൻ്റെ മികവിലാണ് കളി ജയിച്ചതെന്ന് വേണം പറയാൻ. അമ്പാടി റായുഡു 50 പന്തുകളിൽ നിന്ന് 74 റൺസാണ് എടുത്തത്. അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സിൽ 9 ഫോറുകളും 3 സിക്സറുകളും അടങ്ങിയിരുന്നു. യുവരാജ് സിംഗ് 13 റൺസുമായും സ്റ്റുവർട്ട് ബിന്നി 16 റൺസുമായും നോട്ട് ഔട്ടായി നിന്നു. ഇന്ത്യ 17.1 ഓവറിൽ 149 റൺസ് എന്ന വിജയലക്ഷ്യം ഭേദിക്കുകയാണ് ഉണ്ടായത്. ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ക്രിക്കറ്റിനെ ഒരു കാലത്ത് ഭരിച്ചിരുന്ന ഈ ലെജൻഡ്സിൻ്റെ കളി വീണ്ടും ഗ്രൗണ്ടിൽ കാണാനായി എന്നുള്ളത് തന്നെയാണ്. മാസ്റ്റേഴ്സ് ലീഗിൽ ഇന്ത്യ കിരീടമുയർത്തിയിരിക്കുന്നു എന്നത് നമുക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അതോടൊപ്പം ലോക ക്രിക്കറ്റിലെ ഒരു കാലത്ത് ഭരിച്ചിരുന്ന എല്ലാ പ്രതിഭയുള്ള നല്ല കളിക്കാരെയും അണിനിരത്തിക്കൊണ്ട് നടന്ന ടൂർണമെൻറ്റ് കാണാൻ സാധിച്ചു എന്നുള്ളത് തന്നെ ഒരു ക്രിക്കറ്റ് ആരാധകനെ സംബന്ധിച്ച് തീർച്ചയായും സീക്ക് സ്പോർട്സിനെ സംബന്ധിച്ചും ഒരു നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. വീണ്ടും പറയുന്നു, വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഉണ്ടായിട്ടുണ്ടാകാം. അതൊക്കെ ക്ഷമിച്ച് കഴിയുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.